ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ട് പറയും. പടം അടിപൊളിട്ടാ. താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ടോ? പടം കണ്ടോ? നിങ്ങൾ കണ്ടു. ഓക്കെ അല്ലേ? അടിപൊളി. നമ്മൾ കുറേ നാളായിട്ട് തോന്നുന്നു എനിക്ക് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി ജോണർ അല്ലെങ്കിൽ കുറേ ഇമോഷണൽ ലെയേഴ്സ് ഉള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുശ്രീയുടെ ക്യാരക്ടറൊക്കെ അനുശ്രീ ഇതുവരെ ചെയ്തേക്കുന്നതൊന്നും എനിക്ക് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. നമ്മൾ ഡബിങ് സമയത്ത് എൻ്റെ പോർഷൻസ് മൊത്തമൊക്കെ ഒന്ന് കണ്ടിട്ട് സിനിമ മൊത്തത്തിൽ ഔട്ട് കണ്ടപ്പോൾ ക്ലൈമാക്സ് ഞങ്ങൾക്ക് അറിയാമായിരുന്നത്. വേറെ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ അനുവിൻ്റെ സ്റ്റോറി അധികം അറിയില്ല. എല്ലാവർക്കും അങ്ങനെയാണ്. സോ മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ശരിക്കും ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇന്നാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പം അനു പറഞ്ഞതുപോലെ ഞാനാണെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു എന്താ കുറച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ആദ്യമേ എല്ലാത്തിൻ്റെയും ബേസ് പ്രണയം തന്നെയാണ്. അപ്പം ഞാനധികം കൈകാര്യം ചെയ്യാത്തൊരു ഏരിയയാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റൊമാൻറ്റിക് ജോണറിലുള്ള ആദ്യത്തെ മൂവിയായിരുന്നു. പ്രണയം മാത്രമാണെങ്കിൽ പോലും പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലെയേഴ്സ് നമുക്ക് സംസാരിക്കുന്നുണ്ട്. എടുത്തു പറയുന്നത് ഒരുപാടുണ്ട്. പൊളിറ്റിക്കൽ പരിപാടികൾ മതം. അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പ്രണയത്തിനൊരു വാല്യൂ ഉണ്ടെന്ന് പറയുന്ന ഒരു സിനിമയാണ്. ക്ലൈമാക്സ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനും കൂടി പറ്റില്ല. അതെ, അത് പറയണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ മാക്സിമം ഇത് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും കാണാം. താങ്ക് യു. രണ്ടായിരത്തി കണ്ടോ? പ്രണയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റോറി. പഴയകാലമൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പ്രണയം എപ്പോഴും നമ്മൾ മനസ്സിൽ ഏതൊരു പ്രായത്തിലും പ്രണയം ഉണ്ടാവും. കുറേ നാളത്തിന് ശേഷം നല്ലൊരു സിനിമയുടെ റൊമാൻറ്റിക് ആണ്, ഫാമിലി ഓറിയൻ്റഡ്. ഏതൊരു പ്രായത്തിനും ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവും. അങ്ങനെ ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിരിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് കിട്ടി. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിലിമാണല്ലോ. തിയേറ്ററിൽ തന്നെ കാണുന്നത് നല്ലൊരു ഫിലിമാണല്ലോ. തീർച്ചയായിട്ടും. സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ
ഞെട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഞെട്ടല്ലാണ് ആക്ച്വലി. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഡെപ്ത് ഉള്ള ഒരു പ്രണയം, ഇപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും കിട്ടിയ ഒരു ഇമ്പാക്റ്റിനേക്കാൾ ഒരുപാട് മുകളിലാണ് വിഷ്വലി വന്നത്. അപ്പോൾ അത് വലിയ സന്തോഷം. എല്ലാവരുടെയും ക്യാരക്ടർ, സക്കീം ചെയ്ത ക്യാരക്ടർ, അനുശ്രീയുടെ പ്രത്യേകിച്ച് അനുശ്രീയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. കുട്ടികളാണെങ്കിലും പ്രണയത്തിൻ്റെ തന്നെ പല തലങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം പ്രണയമാണ് എന്നുള്ള ഒരു മെസ്സേജ് ഉദ്ദേശിച്ച സാധനം നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് വലിയ സന്തോഷം. ഞാനതിൽ ജാനകി എന്ന് പറയുന്ന റോള് ചെയ്യുന്നുണ്ട്, അതായത് ബിജുഅമ്മയുടെ ചൈൽഡ് പാർട്ട്ണറായിട്ട്. പടം ഒരു ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, പ്രതീക്ഷിക്കുന്ന ഓരോ സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാം. പടത്തിന്റെ തീം മെയിനായിട്ട് ലവ് ആണ്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പലതരം ഇമോഷൻസ് ഉണ്ട്. ഇപ്പം സങ്കടമായാലും ഹാപ്പിനെസ് ആണെങ്കിലും റൊമാൻസ് എല്ലാം ഉണ്ട്. സോ ഒരു എല്ലാ ഇമോഷൻസും കൂടി മിക്സ് ചെയ്തൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇതിലെ കഥയും ഇതെല്ലാം നന്നായിട്ടുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് രസകരമായി അത് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഈസ് ഗുഡ്. ബീച്ചാന്റെ തലവലിലൊക്കെ കണ്ട ഒരു ക്യാരക്ടർ. അതെ അതെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതേ പറയാം, നമ്മൾ ഈ കുടുംബ പ്രേക്ഷകർക്ക് ബിജു മേനോൻ്റെ ഈ വേഷമാണ് ഇഷ്ടം. വളരെ നാച്ചുറലായിട്ട് സാധാരണക്കാരനായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളായിട്ടുള്ള ഒരു വേഷം ഗംഭീരമാണ്. ഈ ഓണത്തിന് ഇതൊരു വൻ വിജയമാണെന്ന് പറഞ്ഞു. ഓണത്തിന് നല്ല ഇത് ഫാമിലി ഓഡിയൻസ് നല്ലോണം